السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك وحبيبك سيدنا محمد وعلى آل سيدنا ومولانا محمد. വിശുദ്ധ റമദാനിൻ്റെ 5-ാം ദിനം ഇസ്ലാമിക ലോകത്തിൻ്റെ 2-ാം ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ് നമുക്കിന്ന് പറയാനുള്ളത്. വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രചരണ രംഗത്ത് വളരെ വലിയ കാഴ്ചപ്പാടുകൾ അവതരിപ്പിച്ച മഹാമനീഷിയാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. വിശുദ്ധ ഇസ്ലാമിലെ 40-ാമത്തെ അംഗമായാണ് അവിടുന്ന് കടന്നു വരുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് ഫാറൂഖ് എന്ന നാമം നൽകി ആദരിച്ചു. അഥവാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ വരവോടെയാണ് സത്യവും അസത്യവും പരസ്യമായി വേർതിരിയൽ ഭവിച്ചത്. സ്വർഗം കൊണ്ട് സന്തോഷവാർത്തയറിയിച്ച പ്രത്യേകക്കാരിൽ പ്രമുഖരാണ് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പറയുന്നുണ്ട്, ഞാൻ സ്വർഗത്തിൽ ചെന്നപ്പോൾ ഫറഅയ്തു ഫീഹാ ദാറൻ, അവിടെ ഒരു പ്രത്യേകമായ ഭവനം എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ ഒരു സ്ത്രീ ആ വീടിന് മുന്നിൽ നിന്നുകൊണ്ട് വുളു എടുക്കുന്നുണ്ട്. ഫഖുൽതു ലിമൻ ഹാദ, ഞാൻ അവരോട് ചോദിച്ചു, ആർക്കുള്ളതാണ് ഈ ഭവനം? ലിഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവർ പറഞ്ഞു, ഇത് ഉമർ തങ്ങൾക്കുള്ളതാണ്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫദക്കർതു ഗൈറതക്, ഞാൻ ആ സമയത്ത് അങ്ങയുടെ സമ്മതമില്ലായ്മ, അങ്ങേക്കുള്ള പ്രയാസത്തെ ഞാൻ ഓർത്തുപോയി. ഈ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുപോയി. വഖാല, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറയുന്നുണ്ട്, ഐ യാ റസൂലല്ലാഹ് അവ അലൈക അഗാർ, നബി തങ്ങളെ, അങ്ങയോട് ഞാൻ എൻ്റെ മറ്റു വല്ല മനോഭാവവും പുലർത്തുകയാണോ? അങ്ങനെ പുലർത്തുന്ന സാഹചര്യം ഉണ്ടാവുമോ നബിയെ എന്ന് പറഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞ സംഭവം മഹാനായ ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഈ ഹദീസ് നിവേദനം ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞതു കാണാം, ഇബ്നുൽ ഖത്താബ്, ഓ ഉമർ തങ്ങളെ, വല്ലദീ നഫ്സി ബിയദിഹി മാ ലഖീക ശൈത്താനു സാലികൻ ഫജ്ജൻ ഇല്ലാ സലക ഫജ്ജൻ ഗൈറ ഫജ്ജിക്, ശൈത്താൻ അങ്ങ് നടന്നു പോകുന്ന വഴിയിലൂടെ ഒരിക്കലും കടന്നു വരില്ല, മറ്റൊരു വഴിയെ പിടിച്ചവൻ നടക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വം പറയുന്നുണ്ട്. ഇമാം ബുഖാരി അവിടുത്തെ ഹദീസിൽ, അവിടുത്തെ കിതാബിൽ ഈ ഹദീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ജഅലൽ ഹഖ്ഖ അലാ ലിസാനി ഉമർ വ ഖൽബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ ഉമർ തങ്ങളുടെ നാക്കിലും അവിടുത്തെ ഹൃദയത്തിലും ആക്കിയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു വേള ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉംറ നിർവഹിക്കുന്നതിന് വേണ്ടി സമ്മതം ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് സമ്മതം കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ തങ്ങളോട് പറഞ്ഞ വാക്ക് വളരെ പ്രസക്തമാണ്. ലാ തൻസനാ യാ ഉഖയ്യ മിൻ ദുആഇക്, ഉമറേ, അങ്ങയുടെ ദുആയിൽ ഞങ്ങളെ ആരെയും മറന്നു കളയരുതേ എന്നുള്ള മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പറച്ചിൽ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, കലിമതു മാ യുസിറുനി അന്നലി ബിഹാദദ് ദുനിയ, ഈ ദുനിയാവ് മൊത്തം കിട്ടിയാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ വാക്കിനോളം എന്നെ സന്തോഷിപ്പിക്കുന്ന മറ്റൊന്നുമില്ലെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഇതായിരുന്നു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ സ്ഥാനവും അവിടുത്തെ മാനവും. വിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രചാരണ രംഗത്തും വിശുദ്ധ ഖുർആനിൻ്റെ പ്രചാരണ രംഗത്തും അതോടൊപ്പം തന്നെ ഇസ്ലാമിൻ്റെ വ്യാപനത്തിൻ്റെ ഭാഗത്തും ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ നിർവഹിച്ച പങ്ക് ഒരിക്കലും മറക്കാനാവാത്തതാണ്, ചരിത്രത്തിൽ ആലേഖനം ചെയ്യപ്പെട്ട് കിടക്കുന്നതാണ്. വിശുദ്ധ റമദാനിൻ്റെ ഈ ദിനത്തിൽ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ബറക്കത്തുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ധാരാളം ഖൈറാത്തുകൾ നൽകട്ടെ. ആമീൻ.
വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.